കാരണം തിരുവനന്തപുരം പൊന്മുടിയിൽ ഒരാൾ കൊക്കയിൽ ചാടി. നെടുമങ്ങാട് പുതുകുളങ്ങര സ്വദേശി അബ്ദുൽ ജബ്ബാറാണ് കൊക്കയിൽ ചാടിയത്. സലീം മാലിക്കുണ്ട് വിവരങ്ങളുമായി. സലീം, എന്താണ് സംഭവിച്ചത്? സുഹൈൽ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് പൊന്മുടിയിലെ 22ാം വളവിൽ ഭാഗത്ത്, പൊന്മുടി കമ്പിമൂടിന് മുകളിലൂടെയുള്ള ഭാഗത്ത് നിന്ന് ഒരാൾ കൊക്കയിലേക്ക് ചാടിയത്. നെടുമങ്ങാട് പുതുക്കുളങ്ങര സ്വദേശി അബ്ദുൽ ജബ്ബാറാണ് കൊക്കയിലേക്ക് ചാടിയത് എന്നുള്ളതാണ് വിവരം. ഇയാളുടെ മൊബൈൽ ഫോണും ഒപ്പം തന്നെ ഒരു ബാങ്കിന്റെ പാസ്ബുക്കും സമീപത്ത് നിന്ന് കണ്ടെത്തി. അതിനുശേഷമാണ് ഈ ചാടിയത് അബ്ദുൽ ജബ്ബാർ ആണ് എന്ന് തിരിച്ചറിഞ്ഞത്. അതിന് പിന്നാലെ ഒരു ബന്ധുവിനെ ബന്ധപ്പെടുകയും അതിന് പിന്നാലെ അബ്ദുൽ ജബ്ബാർ ആണ് ഈ നിലയിൽ ചാടിയത് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നമുള്ളതായാണ് പറയുന്നത്. ഈ കൊക്കയിൽ ചാടിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഇപ്പോൾ ഫയർഫോഴ്സ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും നിലയിൽ അബ്ദുൽ ജബ്ബാറിനെ അവിടെ നിന്നും താഴെ നിന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൊക്ക ആയതുകൊണ്ട് തന്നെ വലിയ ശ്രമകരമായ ദൗത്യവുമാണ് അത്. സുഹൈൽ, എന്തായാലും ജബ്ബാർ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നുവെന്ന് ബന്ധുക്കളടക്കം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് പൊന്മുടിയിൽ. സലീമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.